ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരം എന്തെങ്കിലും ചായക്ക് ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നുമ്പോൾ റവയും മുട്ടയും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയുള്ളൊരു കിഡിലായിട്ടാണ് കേട്ടോ. ശരിക്കും ഒരു 5-6 മിനിറ്റേ വേണ്ടുള്ളൂ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമല്ലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്നാക്കിലേക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ടയും റവയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൗഡർ ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാര പൗഡർ ആക്കിയിട്ട് തന്നെ ചേർക്കാൻ നോക്കണേ. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് നല്ലപോലെ ഈ ഒരു മുട്ടയിൽ പഞ്ചസാര മെൽട്ടായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സാക്കിക്കൊണ്ട് നിൽക്കുക. അങ്ങനെ ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ നമ്മുടെ മുട്ടയും പഞ്ചസാര പൗഡറും കൂടി കിട്ടും, ഒരു ക്രീമി ആയിട്ടിരിക്കും. ഇത്രയായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്, മധുരമൊക്കെ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇല്ല അതും കൂടി ചേർക്കുന്നുണ്ട്, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കളറിൽ ഉൾഭാഗത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ്, മഞ്ഞൾ ഇടണമെന്നില്ല. അല്ലാതെ ഇങ്ങനെ ഇട്ടെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് മഞ്ഞളുടെ ടേസ്റ്റ് വരും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് റവയാണ് ചേർക്കേണ്ടത്. റവ വറുത്തതാണേലും വറുക്കാതായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് അളവിൽ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഇതുപോലെ ചേർത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. കാരണം ചില മുട്ടയുടെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് റവയുടെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കുറച്ചായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ റവ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ ബാറ്റർ കുറച്ചൊന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വിസ്ക് വെച്ചിട്ട് മിക്സ് ആക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ പിന്നീട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ 2 മുട്ടയ്ക്ക് 2.5 കപ്പ് അളവിൽ റവ എനിക്ക് കറക്റ്റാണ് കേട്ടോ. പിന്നെ ഓരോരുത്തർ എടുക്കുന്ന മുട്ടയുടെ അളവും റവയൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അളവിൽ വരാം, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മാവ് കണ്ടില്ലേ ഈ ഒരു രീതിക്കായിരിക്കണം കേട്ടോ. കയ്യിലിങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടി ഒരു നനവ് കിട്ടുന്ന രീതിക്കുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം, ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റവ ഇതിൽ കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവാന്നുള്ളത്, കയ്യിൽ നമ്മളിങ്ങനെ കുഴച്ചിട്ട് എടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു വരും കേട്ടോ. നമ്മുടെ മാവ് ഇതുപോലെ ഒട്ടിയിട്ട് നിൽക്കില്ല, പൊടിയായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം റവ നിങ്ങളുടെ അടുത്ത് നിന്ന് കൂടിപ്പോയി എന്നാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. വേറെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ലാസ്റ്റ് ഒരു 7 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പാൽപ്പൊടി ഇതിലേക്ക് നിർബന്ധമാണ്, നല്ല ടേസ്റ്റാണ് അത് ചേർക്കുന്ന സമയത്ത്. പിന്നെ നമുക്ക് എണ്ണയിലിടുന്ന സമയത്ത് ഒന്നും പൊട്ടിപ്പോകാതെ നല്ല സേഫായിട്ട് കിട്ടാനും കൂടിയാണ് കേട്ടോ നമ്മളിതിന് പാൽപ്പൊടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് വേറൊന്നും ചേർക്കാൻ നിൽക്കണ്ട. മൈദയൊക്കെ ചേർക്കാം, പക്ഷെ പാൽപ്പൊടിയാണ് ഒന്നുകൂടി ബെറ്റർ. ഞാൻ അങ്ങനെ ഇതുവരെ ട്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു പരിപ്പ് വടയുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഷേപ്പായിട്ടാണ് ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് സ്നാക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു സ്നാക്ക് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലാതെ എന്താണെന്ന് വെച്ചാൽ റവയും മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, എന്നാൽ ഉള്ളിൽ ആ ഒരു മുട്ടയുടെയൊക്കെ പച്ച ടേസ്റ്റ് മുന്നിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഓരോ സ്നാക്ക് ഇടുന്ന സമയത്തും ഒരു ഭാഗം അങ്ങ് സെറ്റായി കഴിഞ്ഞാൽ കുറച്ചൊന്ന് എണ്ണയിൽ നിന്ന് പൊങ്ങി വരും കേട്ടോ. എന്നിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ റവയും മുട്ടയും കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ബാച്ചും ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം.
അങ്ങനെ ഇതാ നമ്മുടെ സ്നാക്സ് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. 2 മുട്ടയും കുറച്ച് റവയും ഉണ്ടെങ്കിൽ പ്ലേറ്റ് നിറയെ സ്നാക്സ് ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ചായക്ക് നമുക്ക് സ്നാക്സൊക്കെ കഴിക്കണം തോന്നുമ്പോൾ നല്ല കറുമുറയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് ചൂടോടെ നിങ്ങൾ തൊട്ട് നോക്കുന്ന സമയത്ത് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ചൂടൊന്ന് തണുത്ത് വരുമ്പോൾ നല്ല പുറംഭാഗി ക്രിസ്പി ആയിട്ട് ആ ഒരു റവയുടെ ക്രിസ്പിനെസ്സും കാര്യങ്ങളും അറിയാമല്ലോ, ആ ഒരു രീതിക്ക് തന്നെ ഉണ്ടാകും കേട്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ വീട്ടിൽ കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ എന്താക്കി കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇന്ന് തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്